കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇതിൻ്റെ മറ്റൊരു പോസിബിൾ ടൈപ്പ് ഓഫ് ബേസിക്കലി എക്സാമ്പിൾ എന്ന് പറയേണ്ട ഒരു നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, കേട്ടാൽ പക്ഷെ ഒന്നുമില്ല, സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ചേഞ്ചസ് പ്രപ്പോർഷണലി. ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എഴുതാം. The price of electricity changes proportionally. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുന്നില്ല. The price of electricity changes proportionally with respect to time. Proportionally with time. If the price goes from 2 cents per kilowatt hour, 2 cents. See, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്വസ്റ്റ്യൻ ഫോറിൻ ടെക്സ്റ്റ് നിർത്തായതുകൊണ്ട് അവിടെ സെൻറ്റും ഡോളറൊക്കെയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം, നമുക്കതല്ലേ സൗകര്യം. സോ 2 rupees per kilowatt hour in 1982. 2 rupees per kilowatt hour in 1982 and 3.2 rupees per kilowatt hour. 3.2 rupees per kilowatt hour in 1984. What is the rate of change of price with respect to time? What is the rate of change of price with respect to time? What is the rate of change of price with respect to time? And when will be the price be 5 rupees per kilowatt hour? So we need to know 5 rupees per kilowatt hour. And what will be the price in 1991? അപ്പോൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കറണ്ട് ബില്ല് വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് പ്രപ്പോർഷണലി മാറുന്നുണ്ട്. ഓക്കെ, 1982 കിലോ വാട്ട് അവറിന് 2 രൂപ നിരക്കിലായിരുന്നു ചാർജ് ചെയ്തിരുന്നത്. അത് 984 ആയപ്പം 3.2 rupees പെർ കിലോ വാട്ട് അവറായി മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രൈസ്? ആൻഡ് ഏത് വർഷമായിരിക്കും കിലോ വാട്ട് അവറിന് 5 രൂപയായി മാറുന്നുണ്ടാവുക? 1991 ചാർജ് എത്രയായിരിക്കും? സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഈ തന്ന ഇൻഫർമേഷൻ നമുക്കറിയാവുന്ന നമ്മുടെ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന ടേംസിലേക്കൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഈ രണ്ടെണ്ണം കൺസിഡർ ചെയ്യൂ. ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ചിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടൈം ഇയർ ആണ്. ഓക്കെ, ഇവിടെ ടൈം ഇയർ ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പ്രൈസിന് നമുക്കൊരു പി ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, പി ഓഫ് ടി. എന്തുകൊണ്ടാണ്? പ്രൈസ് ആസ് എ ടൈം, ആസ് എ ഫങ്ഷൻ ഓഫ് ടൈമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ടി വേണമെങ്കിൽ എടുക്കാം, സ്മോൾ ടി വേണമെങ്കിൽ എടുക്കാം, വാട്ട് എവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ പി എന്താ? ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ് വന്നിട്ടുള്ളത്? ഈ 2 വർഷങ്ങളുടെ ഇടയ്ക്ക് ചേഞ്ച് ഇൻ പ്രൈസ്, ഡെൽറ്റ പി ഈസ് ദ ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ് വന്നിട്ടുള്ളത്? 1.2 rupees. ഓക്കെ, അതുപോലെ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടൈം, ഇത് എത്ര വർഷം കൊണ്ടാണ് സംഭവിച്ചത്? ഈ ചേഞ്ച് ഇൻ പ്രൈസ് 2 വർഷം കൊണ്ടാണ്. 982 നിന്ന് 984 ആയപ്പോഴാണ് 1.2 രൂപയുടെ വ്യത്യാസം സംഭവിച്ചത്. സോ ഡെൽറ്റ ടി ഈസ് 2 years. റൈറ്റ്, ഇവിടെ കാൽക്കുലേഷനകത്ത് നമ്മൾ യൂണിറ്റ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1.2 rupees എന്നും ഡെൽറ്റ ടി ഈക്വൽ ടു 2 years എന്നൊന്നും എഴുതാത്തത്. കാൽക്കുലേഷനകത്ത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് എങ്ങനെ കാണാം? റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അതിനല്ലേ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു ചേഞ്ച് ചെയ്യുന്നു ബൈ ദിസ് ടൈം, അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇറ്റ്സ് ഈക്വൽ ടു 1.2 by 2, ദാറ്റ് ഈസ് 6. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് യൂണിറ്റ് എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഞാൻ ആർ ഓഫ് സി എന്ന് എഴുതുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്.
rate of change is equal to 6 rupees per kilowatt hour per year. ഓരോ വർഷവും 6 rupees per kilo, sorry, 0.6 rupees per kilowatt hour. ഇവിടെ 1.2/2 0.6 അല്ലേ? 0.6 അല്ലേ? സോ 0.6 rupees per kilowatt hour ഓരോ വർഷവും മാറുന്നുണ്ട്. സോ ദ യൂണിറ്റ് വിൽ ബി 6 rupees per kilowatt hour per year. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ ഡെറിവേറ്റീവ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ പ്രൊപ്പോർഷണലി ആണ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പോർഷണലി ആണ് ചേഞ്ച് എന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ പിയും ടിയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണെന്ന് നമ്മൾ കണ്ടു. ഒരു mx+c എന്നുള്ള ഫോമിൽ കണ്ടു, വേർ m ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച്. അല്ല, ഇവിടെ ടി ആണ്. സോ ദ ഫംഗ്ഷൻ വിൽ ബി ഓഫ് ദ ഫോം mt+c, വേർ m ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് വിച്ച് ഈസ് 0.6. സോ നമുക്കറിയാം, സിൻസ് p changes proportionally with time, p of t will be of the form 0.6 t plus c. ഓക്കെ, ഇവിടെ 0.6 വന്നത് റേറ്റ് ഓഫ് ചേഞ്ച് 0.6 ആയതുകൊണ്ടാണ് ജനറൽ ഫോം mx+c അല്ലെങ്കിൽ mt+c എന്നാണ്. ആൻഡ് c is a constant. ആ സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നും കൂടി എഴുതാം. p = 0.6t plus c. ഓക്കെ, ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്നത് എന്താ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. 1982 t = 1982 ആയിരുന്നപ്പോൾ പ്രൈസ് എത്രയായിരുന്നു? 2 rupees per kilowatt hour ആയിരുന്നു. ഇത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ t = 1982 ആകുമ്പം p = 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ്. സോ 2 = 0.6 into 1982 plus c. Okay, which is equal to, simplifies c equal to അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടും? 2 minus c equal to 2 minus 0.6 into 1982 അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? 1189.2. ഓക്കെ, നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് ഈക്വൽ ടു -1187.2. സോ c equal to -1187.2. ഓക്കെ, അപ്പോൾ പിയുടെ ഇക്വേഷൻ എന്തായി മാറി? നൗ p of t is equal to 0.6t മൈനസ് സിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? -1187.2. ഓക്കെ, so this is the equation for p of t. അപ്പോൾ പിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നോ? എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? when will the price be 5 rupees per kilowatt hour? എപ്പോഴാണ് പ്രൈസ് 5 രൂപ പെർ കിലോവാട്ട് അവർ ആയി മാറുക? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 5 രൂപ വെച്ചാൽ പ്രൈസ് പി 5 rupees പെർ കിലോവാട്ട് അവർ ആവുന്ന ടൈം എത്രയെന്നാണ് ചോദ്യം. Okay, so let's substitute p equal to 5 in this equation and find the value for t. Simplifies 5 is equal to 0.6 into t minus 1187.2. Right. So 0.6 into t is equal to 5 plus 1187.2. We'll just take this term to the left hand side of equality, which implies t is equal to 5 plus 1187.2 will be 1192.2 1192.2 divided by 0.6
which implies T is equal to 1987. 1987. So the price will be 5 rupees per kilowatt hour in the year 1987. Second question എന്തായിരുന്നു? 1992 price എത്രയായിരിക്കും? What will be the price in 1992? So we don't know the price. We know the time T equal to 1992. So just substitute the value of T equal to 1992 in the equation of P. Then P is equal to 0.6 into 1992 minus 1187.2, which is equal to 7.4. If you want, you can calculate this out. This will be 7.4. So the price will be 7.4 rupees per kilowatt hour. The rate will be 7.4 rupees per kilowatt hour in 1992. Okay. So ഇപ്പോൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ വേണ്ടി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഉപയോഗിച്ചു. അവിടെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടി. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഉപയോഗിച്ചിട്ട് എം ടി പ്ലസ് സി എന്നുള്ള ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എമ്മിന് പകരം 0.6 കൊടുത്തു. ആൻഡ് വി ഫ്രെയിംഡ് ആൻ ഇക്വേഷൻ ഫോർ പി. അതായിരുന്നു പി ഓഫ് ടി ഈക്വൽ ടു 0.60 മൈനസ് 1187.2. അതിനകത്ത് ആ സി എ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെൻ ടി ഈക്വൽ ടു 1982 പി ഈക്വൽ ടു 2 rupees per kilowatt hour എന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചു. ഓക്കെ. ശേഷം നമുക്ക് ആവശ്യമായിരുന്ന ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുത്തു. പ്രൈസ് 5 രൂപയാകുമ്പോൾ ടിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മളിത് സോൾവ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തെടുത്തു. അതുപോലെ ടി ഈക്വൽ ടു 1992 പിയുടെ വാല്യൂ നമ്മളിത് സോൾവ് ചെയ്തെടുത്തു. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ പ്രൊപ്പോർഷണൽ റേറ്റ് ഓഫ് ചേഞ്ച് വരുന്ന സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ എല്ലായ്പ്പോഴും ഈ പ്രൊപ്പോർഷണലായിട്ട് മാത്രമല്ല സാധനങ്ങൾ ചേഞ്ച് ചെയ്യുക. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പലതും പ്രൊപ്പോർഷണലൊന്നുമായിട്ടല്ല ചേഞ്ച് ചെയ്യുന്നത്. വളരെ എന്തായിരിക്കും, റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ കേസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതിന് പ്രധാനമായിട്ടും നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചുമാണ് ഉപയോഗിക്കുക. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും ഇതൊക്കെ ബേസിക്കലി ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കണമെന്നേ ഉള്ളൂ. നമ്മളിതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിലും മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടതും പഠിച്ചതുമാണ്. ആക്ച്വലി നിങ്ങളുടെ ഈ കോഴ്സ് മുഴുവൻ, ഈ ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സ് മുഴുവൻ നിങ്ങൾ +2 പഠിച്ച കൺസെപ്റ്റ്സിനൊന്ന് റീവിസിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പുതുതായിട്ട് ആക്ച്വലി ഒരു ഐഡിയ പോലും ഇല്ല. ചിലപ്പോൾ പുതിയ ചില പേരുകൾ കേട്ടേക്കാം. ആ പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ഈ കോഴ്സിനകത്തില്ല. സോ സപ്പോസ് നമുക്ക് ആദ്യം ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. സപ്പോസ് കൺസിഡർ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ. ഓക്കെ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സോ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എക്സിൽ ചെറിയൊരു വ്യത്യാസം, സേ ഡെൽറ്റ എക്സ് വരുത്തുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു ഡെൽറ്റ വൈയുടെ ചേഞ്ച് വരുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സിൽ ഞാനൊരു ഡെൽറ്റ എക്സ് വ്യത്യാസം വരുത്തുമ്പോൾ കറസ്പോണ്ടിങ്ലി വൈയിൽ ഒരു ഡെൽറ്റ വൈയുടെ ഡിഫറൻസ് വരുന്നു. ഇഫ് ഇറ്റ് ഈസ് ദ കേസ്, നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇത് തന്നെയാണ് നമുക്കവിടെ കാണാനുള്ള ടെക്നിക്ക്. നോക്കൂ, നമ്മൾ ഡെൽറ്റ വൈനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? ഡെൽറ്റ വൈ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഒക്കേർഡ് ഇൻ വൈ വെൻ ഐ മെയ്ഡ് എ സ്മോൾ ചേഞ്ച് ഓഫ് ഡെൽറ്റ എക്സ് ഇൻ എക്സ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതാണ് വൈയുടെ വാല്യൂ വെൻ ഐ മെയ്ഡ് എ ചേഞ്ച് ഇൻ എക്സ് ഓഫ് ഡെൽറ്റ എക്സ്. എക്സിൽ ഡെൽറ്റ എക്സ് ചേഞ്ച് വരുത്തിയപ്പോൾ കിട്ടുന്ന വൈയുടെ വാല്യൂ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, മൈനസ് വൈയുടെ ആക്ച്വൽ വാല്യൂ എഫ് ഓഫ് എക്സ് ആണ്. സോ ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ വൈ ഓർ ഡെൽറ്റ വൈ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. വിൽ കം ടു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്.
ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഫോർമുല തന്നെ മതി ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താ നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് y = f(x) എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ഡെൽറ്റ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് എക്സ് നോട്ട് ബി എ പോയിന്റ്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിൽ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ അല്ലേ, ഒരു ഇൻസ്റ്റൻസിലെ റേറ്റ് ഓഫ് ചേഞ്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് പോയിന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. ഇതൊക്കെ ഓവർ ആൻ ഇൻ്റർവൽ അല്ലെങ്കിൽ ഓവർ എ റീജിയൻ ആണ് പറയുക. അവിടെ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് പറയാൻ പറ്റുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്പെസിഫിക് പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എക്സ് നോട്ടിനെ ഫിക്സ് ചെയ്യുന്നു. ഒരു ചെറിയ വ്യത്യാസം വരുന്നു ഡെൽറ്റ എക്സിൻ്റെ. സോ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് f(x0 + Δx - f(x0/Δx) എന്ന് കിട്ടും അല്ലേ. അതിലായിരുന്നു ഇവിടെ Δy/Δx. അതിൻ്റെ ഒരു ഡെൽറ്റ എക്സിനെ വളരെ സ്മോൾ ആക്കുന്ന Δx → 0 എന്ന് പറയുന്ന ഒരു കേസിനാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുക. വിച്ച് ഈസ് ഇവിടെ Δx → 0 ആയി കഴിഞ്ഞാൽ എന്താവും? വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു f(x0), വിച്ച് ഈസ് ലിമിറ്റ് Δx → 0 f(x0 + Δx - f(x0) / Δx. ഇത് നമ്മൾ മുമ്പ് പഠിച്ച ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ. സോ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കാൻ പറഞ്ഞാൽ ഈ കോഷ്യൻ്റ് കാണുകയോ അതിൻ്റെ ലിമിറ്റ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട, പകരം എന്ത് ചെയ്താൽ മതി, നേരെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്? Δy/Δx. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്താ? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിൽ ഡെൽറ്റ എക്സിനെ 0ലേക്ക് ടെൻഡ് ചെയ്യിക്കുന്നു, ഓർ ഇൻ അതർ വേർഡ്സ് സിംപ്ലി ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റൊരെണ്ണം നമുക്ക് ചെയ്യാം. ഇത് നേരത്തെ പോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, പകരം ഞാനത് റെലവൻറ്റ് ഇൻഫർമേഷൻ മാത്രം എഴുതുന്നു. ആൻ ഓയിൽ സ്ലിക്ക് ഹാസ് ഏരിയ y = 30x³ + 100x square meters after a tanker explosion. സോ ഒരു ടാങ്കർ എക്സ്പ്ലോഷന് ശേഷമുള്ള ഓയിൽ സ്ലിക്കിൻ്റെ ഏരിയയാണ് തന്നിട്ടുള്ളത്. അപ്പം ടാങ്കർ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും, ഓയിൽ അങ്ങനെ പരന്നുകൊണ്ടേയിരിക്കൂലേ. അപ്പം ഇത് മാറിക്കൊണ്ടേയിരിക്കും, ടൈമിനനുസരിച്ച് ഏരിയ എന്താവും, മാറും. ഒക്കെ സോ ദർ ഇസ് എ ചേഞ്ച് ഹിയർ. അതുകൊണ്ടാണ് ഒരു ഫംഗ്ഷനായിട്ട് തന്നിട്ടുള്ളത്. സോ ഇവിടെ ടൈം കൂടുന്നതിനനുസരിച്ച് ഓയിൽ സ്ലിക്കിൻ്റെ ഏരിയ വികസിച്ചുകൊണ്ടേയിരിക്കും, ഓയിൽ അങ്ങനെ പരന്നുകൊണ്ടേയിരിക്കൂലേ. Find the average rate of change of area with respect to time during the period from x = 2 to x = 3. So നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണണം ഫ്രം ദ പീരിയഡ് x = 2 to x = 3. ഇവിടെ ബേസിക്കലി എക്സ് ടൈമാണ്, നമുക്ക് വേണമെങ്കിൽ ടി എന്ന് എടുക്കാം, എന്നിട്ടൊരു സെക്കൻഡോ മിനിറ്റോ ഒക്കെ കൊടുക്കുകയും ചെയ്യാം. വി ഡോണ്ട് വാണ്ട് ഇറ്റ് ഹിയർ. ഒരു മാത്തമാറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, വേരിയബിൾസിൻ്റെ പേരോ യൂണിറ്റോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തിയറിയും നമ്മുടെ കാൽക്കുലേഷനും നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂസാണ് ഇവിടെ നമ്മൾ കൺസിഡറബിളി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. സോ x = 2-ൻ്റെയും x = 3-ൻ്റെയും ഇടയ്ക്കുള്ള ഈ ഓയിൽ സ്ലിക്കിൻ്റെ ഏരിയയുടെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുവെച്ചാൽ വൈയുടെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് വെൻ x = 2 ഇൻ ബിറ്റ്വീൻ x = 2 ആൻഡ് x = 3. അത് നമുക്ക് കാണണം. രണ്ടാമത് കാണേണ്ടത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ with respect to x at time or at x = 2, or instantaneous rate of change at x = 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് കാണാം. നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതി വെക്കാം. ഫംഗ്ഷൻ എന്താ? y = y = 30x³, sorry, y = give me a second, y = 30x³ + 100x, 30x³ + 100x, y = 30x³ + 100x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാം അല്ലേ. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാം. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ നമുക്ക് ആദ്യം വേണ്ടത് ഡെൽറ്റ വൈയുടെ വാല്യൂ ആണ്. ഡെൽറ്റ വൈയുടെ വാല്യൂ എന്താ? ഇവിടെ നമുക്ക് എക്സ്, ആദ്യം ഡെൽറ്റ എക്സ് ഒന്ന് കണ്ടു നോക്കാം. ഡെൽറ്റ എക്സ് കാണാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. ഡെൽറ്റ എക്സ് എന്താ?
ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ് വാല്യൂവിന് എക്സ് നോട്ടെന്നും രണ്ടാമത്തെ എക്സ് വാല്യൂവിന് എക്സ് വണ്ണെന്നും എടുക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ് വൺ മൈനസ് എക്സ് നോട്ട്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ആദ്യത്തെ എക്സ് വാല്യൂ? ആദ്യത്തെ എക്സ് വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രം എക്സ് ഈക്വൽ ടു 2 to 3 എന്നാണ്. അപ്പോൾ ഫൈനൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഡെൽറ്റ എക്സ് ഈസ് 1. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1. നോട്ട് ഇറ്റ് ഡൗൺ. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആ ഡെൽറ്റ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ വൈയുടെ വാല്യൂ കാണാം. സോ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ രണ്ട് തരത്തിൽ കാണാം. വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ വേണ്ട, എത്ര മതി, ഇതാണല്ലോ ഡെൽറ്റ വൈ. അവിടെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ തന്നെയാണ്. സെക്കൻഡ് എക്സ് വാല്യൂനാണ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ കിട്ടുന്ന എക്സ് വാല്യൂ. സോ ഇതെന്താ? എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2 അല്ലേ? എഫ് ഓഫ് 3 എന്താ? 30 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 3 മൈനസ് 30 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 2. ഇതൊന്ന് സിംപ്ലിഫൈ നോക്കൂ. You will probably get 1110 minus 440 which is equal to 670. Right, 670 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാം. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 670 by 1. 670 is the value of delta y and delta x is 1 unit. Delta x is 1. So this is 670 and let's substitute a unit here. നമുക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുള്ള ടൈമൊക്കെ മിനിറ്റ്സിലാണെന്ന് എടുക്കാം. സോ എക്സ് ഈസ് ഇൻ മിനിറ്റ്സ്. എക്സ് ഒക്കെ എന്താണ്? ടൈമൊക്കെ മിനിറ്റ്സിലാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയർ മീറ്ററിലാണ് നമുക്കിവിടെ ഏരിയ തന്നിട്ടുള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് എന്ത് കിട്ടും? 670 സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വൈയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ യൂണിറ്റ്. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. വൈയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ യൂണിറ്റ് ആണ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇതാണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം എക്സ് ഈക്വൽ ടു 2 to എക്സ് ഈക്വൽ ടു 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കാണാം അറ്റ് എക്സ് ഈക്വൽ ടു 2. അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ കാണാം? നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട് 30x³ പ്ലസ് 100x. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 30x³ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? 30 ഇൻറ്റു x³ ഡെറിവേറ്റീവ് എന്താ? 3x² പ്ലസ് 100. 100xൻ്റെ ഡെറിവേറ്റീവ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 3 90x² പ്ലസ് 100. സോ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കണം. വിച്ച് ഈസ് 90 ഇൻറ്റു 4 അല്ലേ? 2² 4 പ്ലസ് 100 is equal to 90 into 4 is 360 plus 100 which is 460 and again the same unit square meter per minutes. Okay. സോ ഇവിടെ മിനിറ്റ്സ് തയ്ച്ചതുണ്ട്. മിനിറ്റ്സ് എഴുതിയാലും മതി, അല്ലെങ്കിൽ മിനിറ്റ്സ് എഴുതിയാലും മതി. സോ 460 സ്ക്വയർ മീറ്റർ പെർ മിനിറ്റ്സ്. സോ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. അത് ബേസിക്കലി ഡെറിവേറ്റീവിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഇനി ഈ റേറ്റ് ഓഫ് ചേഞ്ചസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ ബേസിക്കലി ഡെറിവേറ്റീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറൻസിയേഷനെ കുറിച്ച് ഈ കോഴ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് വെച്ചിട്ടായിരുന്നു, വെലോസിറ്റി വെച്ചിട്ട്. റൈറ്റ്. സോ വെലോസിറ്റി ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച്. എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചാണ്? നമുക്കൊന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത്
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. ഇനി ഈ വെലോസിറ്റി വീണ്ടും എന്തായിരിക്കും? ഒരു ഫങ്ഷൻ ഓഫ് ടൈം ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താവുക? വെലോസിറ്റി ആവുക. അപ്പോൾ വെലോസിറ്റി വിൽ ബി അഗെയിൻ എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും റേറ്റ് ഓഫ് ചേഞ്ച് കാണാം, അല്ലെങ്കിൽ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ടും വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് കേട്ടോ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് കാണുന്നതൊക്കെ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. സോ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ആൻഡ് ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഇതുപോലെ ഒരുപാട് എണ്ണത്തിലുണ്ട്. ഇപ്പോൾ ഇക്കണോമിക്സിലൊക്കെ ചില കൺസെപ്റ്റുകളുണ്ട്. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കൺസെപ്റ്റുകൾ. പിന്നെ മാർജിനൽ റവന്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ റവന്യൂ ഫംഗ്ഷൻ, അതായത് കമ്പനിയുടെ വരുമാനത്തിനെ നമ്മളൊരു ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നോട്ട് ചെയ്യാണ്. വേർ എക്സ് ഈസ് ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എക്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കമ്പനിയുടെ വരുമാനം ആർ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. കമ്പനിക്ക് വന്ന കോസ്റ്റ് സി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. കമ്പനിക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ് പി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് എങ്ങനെ കാണും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആണ് പി ഓഫ് എക്സ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വേണ്ടത് എന്താ? ഈ ആർ ഓഫ് എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? മാർജിനൽ റവന്യൂ എന്ന് വിളിക്കും. മാർജിനൽ റവന്യൂ എന്ന് വിളിക്കും. സി ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കും. പി ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമിലർലി മാർജിനൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. റൈറ്റ്. സോ മാർജിനൽ റവന്യൂ എന്താ? ആർ ഡാഷ് ഓഫ് എക്സ് ആണ്. മാർജിനൽ കോസ്റ്റ് എന്താ? സി ഡാഷ് ഓഫ് എക്സ് ആണ്. മാർജിനൽ പ്രോഫിറ്റ് എന്താ? പി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ ഇക്കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അഥവാ ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അഥവാ എങ്ങാനും ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് ചോദിക്കുള്ളൂ. ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഫൈൻഡ് ദ മാർജിനൽ റവന്യൂ ഇഫ് ദ റവന്യൂ ഫംഗ്ഷൻ ഈസ് ദിസ് എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സിംപിളി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ. സോ നമ്മളെല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന ആൾക്ക് ഇതെന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കാം. റൈറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ ഡാഷ് സിംഗിൾ ഡാഷ് ഇടുന്നതൊക്കെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്. അപ്പോൾ സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ കാണാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടി? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഓക്കെ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ? വീണ്ടും ഇതൊരു എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ വീണ്ടും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഇതെന്തായിരുന്നു? എഫ് ഓഫ് എക്സ്. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഡി ബൈ ഡി എക്സ് കാണാം. എന്തിൻ്റെ? ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സിൻ്റെ ഒരു പ്രാവശ്യം കൂടെ ഡി ബൈ ഡി എക്സ് കാണാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എനിക്ക് എന്ത് കിട്ടും? അപ്പോൾ കിട്ടുന്ന സാധനത്തിൽ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നുള്ളതാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ. അല്ലെങ്കിൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതും. സോ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്താ? രണ്ട് പ്രാവശ്യം എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ. രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. റൈറ്റ്. സോ ഇതാണ് നമ്മളെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അഥവാ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടുന്നു. അത് വീണ്ടും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സീറോ ആയിരിക്കും. വാട്ട് എവർ അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ ഏതാണോ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീറ്റ്നെസ് നമുക്ക് എന്ത് ചെയ്യാം? അതിനതൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. ബേസിക്കലി ഇത് ഇത്രയും ഫണ്ടമെൻ്റൽ ആയിട്ടൊരു കൺസെപ്റ്റാണ്. ഇതിനൊരു എക്സാമ്പിളിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ
ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീറ്റ്നെസ് നമുക്ക് ചെയ്യാം. സോ കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് 7x റേസ് ടു 4 മൈനസ് 2x പ്ലസ് 3. ഫൈൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇതോട് കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, എല്ലാ ഫംഗ്ഷനും എപ്പോഴും നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ പറ്റുമോ? ഇറ്റ്സ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എല്ലാ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല എന്നുവെച്ചാൽ എല്ലാ ഫംഗ്ഷൻ്റെയും എഫ് ഡാഷ് എക്സ് തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്തായാലും ഇല്ലല്ലോ. അതിനെക്കുറിച്ച് പിന്നെ സംസാരമില്ല. പക്ഷേ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വരും. റൈറ്റ്. കാരണം എന്താ? എഫ് ഡാഷ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പോരാ, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവുകയും വേണം. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വളരെ സ്ട്രോങ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിളും കൂടി ആണെങ്കിലേ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. ഓക്കെ. സോ ഇൻ ദിസ് കേസ് ഇവിടെ ഇതൊരു ഒരു പോളിനോമിയലാണ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് 7x റേസ് ടു 4 മൈനസ് 2x പ്ലസ് 3 എന്നുള്ളതൊരു പോളിനോമിയലാണ്. അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നതും ഒരു പോളിനോമിയലാണ്. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി അഗെയിൻ ഡിഫറൻഷ്യബിൾ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ ശ്രമിക്കാം. റൈറ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. പോളിനോമിയലിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? നമ്മൾ സം റൂൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഓരോ ടേമും ടേം ബൈ ടേം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 5x റേസ് ടു 4 പ്ലസ് 7x റേസ് ടു 4. സോ 7 ഇൻറ്റു 4x ക്യൂബാണ് ഡെറിവേറ്റീവ്. സോ 28x ക്യൂബ് മൈനസ് 2 പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് എന്താ? 0. റൈറ്റ്. അത് പോയി. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ പറ്റും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്? എഫ് ഡാഷ് ഓഫ് എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5x റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 5 ഇൻറ്റു 4x ക്യൂബ് വിച്ച് ഈസ് 20x ക്യൂബ് പ്ലസ് 28 ഇൻറ്റു 3x സ്ക്വയർ. 28 ഇൻറ്റു 3x സ്ക്വയർ വിച്ച് ഈസ് 84x സ്ക്വയർ മൈനസ് 2. മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഓക്കെ. സോ ദിസ് ഇസ് സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇനിയിപ്പോൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ നിന്ന് അവസാനിപ്പിക്കണമെന്നൊന്നുമില്ല. ഇതൊരു പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് ഒരു ഡെറിവേറ്റീവ് 0 ആവുന്നൊക്കെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്. അങ്ങനെ കണ്ടുപോകാം. അപ്പോൾ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യും. ഫോർത്ത് ഓർഡർ തൊട്ട് നമ്മൾ അങ്ങോട്ട് എയ്തർ റോമൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ F4 എന്നോ അല്ലെങ്കിൽ F4 എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ ഡാഷുകൾ ഉപയോഗിക്കാറില്ല. Okay, so this is how we denote higher order derivatives. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. This as an example. Let g of t is equal to t square minus 1 by t square plus 1. Find g double dash of t if it exists. Right. So is this everywhere defined? T square is always positive or 0. So t square plus 1 is always greater than or equal to 1. So ഇതെല്ലായിടത്തും എന്താണ് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്റർ ഒരിക്കൽ പോലും 0 ആവുന്നില്ല. So you can think about g dash and g dash എല്ലായിടത്തും ഡിഫൈൻഡ് ആണോ നോക്കുക. And if g dash is defined and differentiable everywhere, you can think about g double dash. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കൂടെ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കുമ്പം മോസ്റ്റ് പ്രോബബിളി ഇതിൻ്റെ ഡെറിവേറ്റീവും ഒരു കോഷ്യൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക? ജി ഡബിൾ ഡാഷ് ഓഫ് ടി കാണേണ്ടി വരിക. അപ്പോൾ 2 പ്രാവശ്യം കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണോ, എങ്ങനെ അതിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം.